ഇവരൊക്കെയാണോ ഫുട്ബോളിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഫെയിൽഡ് വണ്ടർ കിഡ്സ്? ആദ്യം തന്നെ മാരിയോ ബാലറ്റില്ലി. 19-ാം വയസ്സിൽ ട്രബിൾ വിന്നർ, 21-ാം വയസ്സിൽ പ്രീമിയർ ലീഗ് വിന്നർ. പക്ഷേ ബാലറ്റില്ലിന്റെ കരിയറിൽ എത്രയൊക്കെ ഐക്കോണിക് മൂമെന്റ്സ് ഉണ്ടോ അത്രയും തന്നെ ഇഷ്യൂസും ഉണ്ടായിരുന്നു. ചില ഇഷ്യൂസ് ഒന്നും ബാലറ്റില്ലിയുടെ കൺട്രോളിലായിരുന്നില്ല. പക്ഷെ തന്റെ വീട്ടിലും ഡ്രസ്സിംഗ് റൂമിലും പടക്കം പൊട്ടിച്ച് സസ്പെൻഷനും ഫൈനും മേടിക്കണതൊക്കെ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാവുന്ന കാര്യങ്ങളായിരുന്നു. കരിയറിൽ ഒരു നല്ല സ്റ്റാർട്ട് ഉണ്ടായിട്ട് പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത പ്ലെയർ ബാലറ്റില്ലി മാത്രമല്ല. ഇതൊക്കെ അറിയണതിന്റെ ഒപ്പം സബ്സ്ക്രൈബ്. തന്റെ ഏറ്റവും ഫസ്റ്റ് ചാമ്പ്യൻസ് ലീഗ് സ്റ്റാർട്ട് വരുന്നത് ബാർസലോണയായിട്ട്. അതും ബാർസയ്ക്ക് ആർഗ്യൂബിളി ഫുട്ബോൾ ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് മിഡ്ഫീൽഡ് ഉണ്ടായിരുന്ന സമയത്ത്. പക്ഷെ മാച്ച് കഴിഞ്ഞപ്പോൾ തന്റെ ടീമായ ആർസണല് പ്രൈം ബാർസലോണയെ ബീറ്റ് ചെയ്തു. ആൻഡ് ഇനിയസ്റ്റേനെയും ഷാവിനെയും ബുസ്കറ്റ്സിനെയും മിഡ്ഫീൽഡിൽ താൻ ഒറ്റയ്ക്ക് ഡോമിനേറ്റും ചെയ്തു. അതായിരുന്നു ഫുട്ബോൾ വേൾഡിലേക്ക് ജാക്ക് വിൽഷെയറിന്റെ ഇൻട്രഡക്ഷൻ. വിൽഷെയറിന് ഈ ലെവൽ ഓഫ് പെർഫോമൻസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. മെയിൻ റീസൺ ഇഞ്ചുറീസ് ആയിരുന്നു. ആൻഡ് എൻ്റെ ഒപ്പീനിയനിൽ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഫെയിൽഡ് വണ്ടർ കിഡ് ഇൻ ഫുട്ബോൾ ഹിസ്റ്ററി പോൾ പോഗ്ബ.